ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ 4 ട്രേഡിംഗ് ഡേയിലെ നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷം ഇന്ന് വിപണിയിൽ ശക്തമായൊരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 50 ഇന്ന് 26,129 ക്ലോസ് ചെയ്തുകൊണ്ട് ഏകദേശം 190 പോയിന്റിന്റെ ഒരു അപ്സൈഡ് മൂവാണ് കാണിച്ചത്. ഇപ്പോൾ 26,000 മുകളിൽ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്രോഡ് മാർക്കറ്റിലും ഈ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സ്മോൾ ക്യാപ്പിലായാലും മൈക്രോ ക്യാപ്പിലായാലും മിഡ് ക്യാപ്പിലായാലും എല്ലാം ഒരു ശക്തമായ ബൈങ് പ്രകടമാണ്. BSEയിൽ അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 64% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 31% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അതുപോലെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് കാണാം. എക്സെപ്റ്റ് IT സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മീഡിയ, മെറ്റൽ, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, കെമിക്കൽസ്, ഹെൽത്ത് കെയർ പോലെയുള്ള സെക്ടറുകളിൽ 1% കൂടുതലുള്ള ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് എടുത്തു പറയേണ്ട ഒരു റാലി നടന്ന ഒരു സെക്ടർ മെറ്റൽ സെക്ടറിലുള്ള സ്റ്റീൽ സ്റ്റോക്കുകളിലാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ് 3 വർഷത്തെ ഒരു സേഫ് ഗാർഡ് ഡ്യൂട്ടി 12% ഒരു ഡ്യൂട്ടി സ്റ്റീൽ ഇമ്പോർട്ടിന് നിശ്ചയിച്ചത് കാരണം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സ്റ്റീൽ പ്രൊഡ്യൂസിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പെക്റ്റേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഡൊമസ്റ്റിക് സ്റ്റീലിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒരു 3 ഇയേഴ്സിൻ്റെ ഒരു സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടേം എഫക്റ്റ് ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാക്കും. ഈ സ്റ്റോക്കുകളുടെ സെയിൽസിലും പ്രോഫിറ്റിലും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിന്ന് കാണാൻ കഴിയും നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റീൽ സ്റ്റോക്കുകളായിട്ടുള്ള JSW സ്റ്റീൽ, സെയിൽ, വെൽസ്പൺ കോർപ്പറേഷൻ, ജിൻഡാൽ സ്റ്റീൽ, ലോയ്ഡ്, അതുപോലെ ടാറ്റ സ്റ്റീൽ, APL അപ്പോളോ പോലെയുള്ള സ്റ്റോക്കുകളിൽ നല്ല മൂവ് ഇന്ന് ഉണ്ടായതായിട്ട് കാണാം. ഇതേപോലെ മറ്റൊരു സെക്ടറിൽ നിന്ന് എടുത്തു പറയേണ്ടത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു ഇൻഡെക്സിലുള്ള 15 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ്. അതിപ്പോൾ അപ്പോൾ 60 ഒരു റേഞ്ചിൽ ഇത് കുറേ മാസങ്ങളായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം പലപ്പോഴും ഇത് അപ്പ് ആൻഡ് ഡൗൺ ആവാറുണ്ട്. അപ്പോൾ അത് കൂടാതെ നമ്മൾ കാണുന്ന മറ്റൊരു കാരണം പല PSU സെക്ടറുകളിലും ഒരു റൊട്ടേഷൻ നടക്കുന്നതാണ്. ഇപ്പോൾ ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഒരു റാലി ഉണ്ടായി, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റോക്കുകളിൽ ഒരു റാലി ഉണ്ടായി. ഇപ്പോൾ ഇത് കൂടുതൽ PSU കമ്പനികളുള്ള ഈ ഒരു ക്രൂഡ് ഓയിൽ മേഖലയിലും ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലും ഈ ഒരു റാലി പ്രകടമാകും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ബഡ്ജറ്റിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള PSU സ്റ്റോക്കുകളിൽ വലിയ പ്രതീക്ഷയാണ് ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാലി കൂടിയാണ് നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ കാണാൻ കഴിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഗുജറാത്ത് ഗ്യാസ്, BPCL, ഓയിൽ ഇന്ത്യ കോർപ്പറേഷൻ, IOC, ONGC, മഹാനഗർ ഗ്യാസ്, കാസ്ട്രോൾ ഇന്ത്യ പോലെയുള്ള പല ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റുള്ള സ്റ്റോക്കുകളിലും ഈ ഒരു മൂവ് ഇന്ന് പ്രകടമാണ്. ഇതുകൂടാതെ ഇന്ന് ഇന്ത്യൻ റുപ്പി കുറച്ച് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടതായിട്ട് കാണാം. ഇന്നത്തെ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 89.7 എന്ന ലെവലും 89.9 എന്ന ലെവലിനും ഇടയിലാണ് റുപ്പി ട്രേഡ് ചെയ്തത്. അപ്പോൾ 89.7 എന്ന ലെവലിലേക്കൊക്കെ റുപ്പി വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് റുപ്പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇന്ന് 11% കൂടുതലുള്ള ഒരു റാലി നടന്ന ഒരു സ്റ്റോക്കായിരുന്നു ഓറിയൻറ്റ് ടെക്നോളജീസ് എന്ന സ്റ്റോക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 40% ഒരു അപ്സൈഡ് മൂവാണ് കാണിച്ചിട്ടുള്ളത്. ശക്തമായ ഒരു ബൈങ് ആണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രമാത്രം ഒരു ഡിമാൻഡ് ഈ സ്റ്റോക്കിൽ വർദ്ധിക്കാനുള്ള ഒരു കാരണം നമ്മൾ കാണുന്നത് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ബോണസ് ഇഷ്യൂസാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി 5-ാം തീയതിയാണ്. അപ്പോൾ ജനുവരി 5-ാം തീയതി ഡിമാറ്റ് അക്കൗണ്ടിൽ ഓറിയൻറ്റ് ടെക്നോളജി സ്റ്റോക്ക് ഉള്ളവർക്കൊക്കെ ഈ ഒരു ബോണസ് ലഭ്യമാവും. ബോണസിൻ്റെ ആ ഒരു റേഷ്യോ 1:10 ആണ്. അതായത് 10 ഓറിയൻറ്റ് ടെക്നോളജി ഷെയർ ഉള്ള ഒരാൾക്ക് 1 ഷെയർ ബോണസായി ലഭിക്കും. ഓറിയൻറ്റ് ടെക്നോളജീസ് എന്ന് പറയുന്നത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT സൊല്യൂഷൻ പ്രൊവൈഡറാണ്. പ്രത്യേകിച്ച് ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സർവീസസ് മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന ഈ ഒരു IT കമ്പനിയിലാണ് ഈ രീതിയിലുള്ള ഒരു മൂവ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ 1890 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. കഴിഞ്ഞ വർഷമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 454 എന്ന ലെവലാണ്. 675 എന്നുള്ള ഹൈയിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് താഴോട്ടേക്ക് വന്നതാണ്. ഏകദേശം 32% ഈ ഹൈയിൽ നിന്നും ഇത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 37.5-ഉം ഇൻഡസ്ട്രി PE 31.4-ആണ്. ROCയും ROEയും ഡബിൾ ഡിജിറ്റ് 20% മുകളിലുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ROEയും ROCയും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. എന്നാൽ വാല്യുവേഷൻ കുറച്ച് ഹൈ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇൻഡസ്ട്രി PEക്കാളും ഇവരുടെ മീഡിയം PEക്കാളും മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ PE ഒരു 30 എന്നുള്ള ആ ലെവലിലേക്ക് എത്തുമ്പോഴായിരിക്കും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് അത്ര ഇംപ്രസീവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടർലി റിസൾട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതും കൂടി വാച്ച് ചെയ്തുകൊണ്ട്
ഈ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ആവുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ വരാവുന്ന പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് എന്നുള്ളത് യൂണിയൻ ബഡ്ജറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2025-26 ബഡ്ജറ്റിൽ ഗവൺമെൻറ് വലിയ പ്രയോറിറ്റി നൽകിയ ഒരു സെക്ടറായിരുന്നു അഗ്രികൾച്ചർ സെക്ടർ. അവിടെ ചില ടാർഗറ്റ് മെഷേഴ്സൊക്കെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. അത് ലോ പ്രൊഡക്ടിവിറ്റിയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഈ പൾസുകളിൽ, പ്രത്യേകിച്ച് തൂർദാൾ, ഉരഡ് ദാൾ, മസൂർ ദാൾ പോലെയുള്ള പൾസുകളിൽ ഒരു 6 ഇയർ മിഷൻ അനൗൺസ് ചെയ്തിരുന്നു. ആത്മനിർഭർത എന്ന പേരുള്ള ഈ ഒരു മിഷൻ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ ബഡ്ജറ്റിൽ ഇനിയും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ക്ലൈമറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സീഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഈ ഒരു എൻവയറമെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. അതുകൂടാതെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ലോൺ ലിമിറ്റൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഡയറി, ഫിഷറീസ് മേഖലയിൽ നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു ഫാം ഇൻകം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ബഡ്ജറ്റായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ വർഷം വരികയാണെങ്കിൽ ഇറിഗേഷൻ, അതുപോലെ സ്റ്റോറേജ്, ഡിജിറ്റൽ അഗ്രികൾച്ചർ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ചില അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അതിലൊന്ന് കാവേരി സീഡ്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 16.4 എന്നുള്ള PE-യിലാണ്. എന്നാൽ ഇൻഡസ്ട്രിയുടെ ആവറേജ് PE 21.2 ആണ്. ഇപ്പോൾ കോട്ടൺ, മെയ്സ്, റൈസ്, ബാജ്ര പോലെയുള്ള കീ കോപ്സിലൊക്കെ പ്രസൻസ് ഉള്ള ഈ ഒരു കമ്പനി, കൂടാതെ സൺഫ്ലവർ, വീറ്റ്, മസ്റ്റാർഡ് പോലെയുള്ള റവന്യൂ ബേസ്ഡ് ആയിട്ടുള്ള സീഡ്സുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വെജിറ്റബിൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഹൈബ്രിഡ് ടൊമാറ്റോ, ഹോട്ട് പെപ്പർ, ഓക്ര പോലെയുള്ള സീഡ്സൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, കൂടാതെ പംകിൻ, മസ്ക് മെലൺ, വാട്ടർ മെലൺ പോലെയുള്ള ഇത്തരം സീഡ് മേഖലയിലുള്ള ശക്തമായ സാന്നിധ്യമുള്ള ഒരു സ്റ്റോക്കാണ് കാവേരി സീഡ്സ്. 5000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയുടെ നിലവിലുള്ള പ്രൈസ് 987 ആണ്. അപ്പോൾ 1602 എന്ന ലെവലിൽ വരെ പോയ ഒരു സ്റ്റോക്കായിരുന്നു ഇത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 16 എന്ന ലെവലാണ്. 20% ROCയും 19% ROEയും കാണിക്കുന്ന ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി മോശമല്ലാത്ത ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് മംഗളം സീഡ്സ് ആണ്. ഇതിൻ്റെ PEയും വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ ഹൈ പൊട്ടൻഷ്യൽ ഹൈബ്രിഡ് സീഡ്സ് ആണ് പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അഗ്രികൾച്ചർ ക്രോപ്സിലുണ്ടാകുന്ന രോഗങ്ങളെയും അതിൻ്റെ പെസ്റ്റുകളെയും അതുപോലെ വരൾച്ചയും ഒക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള സീഡ്സാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം 35ഓളം ബ്രാൻഡുകളിൽ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള ഒരു സീഡ്സിൻ്റെ പോർട്ട്ഫോളിയോ ഇവർക്കുണ്ട്. അതുകൂടാതെ വലിയൊരു എമൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ റിസർച്ച് ഡെവലപ്മെൻറ്റിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് മംഗളം സീഡ്സ്. ഇതൊരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. 166 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് 151 ആണ്. 239 ഇതിൻ്റെ ഹൈ ആയിരുന്നു. ROCE 12ഉം ROE 13ഉം കാണിക്കുന്ന ഈ സ്റ്റോക്കും ഒരു ഡബിൾ ഡിജിറ്റ് പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് കാണുന്നത് ധനൂക അഗ്രിടെക് ആണ്. ഇതിൻ്റെ PE ഇപ്പോൾ 19.3 എന്ന PE ആണ്. ഇൻഡസ്ട്രി PE ആവറേജ് 28.3 ആണ്. അപ്പോൾ ഹെർബിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഫംഗിസൈഡ്സ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് തുടങ്ങി 90ഓളം പ്രൊഡക്റ്റുകൾ ഇവർക്ക് അക്രോസ് സെഗ്മെൻറ്റിലുണ്ട്. അതുപോലെ 300-ലധികം രജിസ്ട്രേഷൻസും ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ പ്രസൻസ് കൂടി ഈ സ്റ്റോക്കിൽ കാണാൻ പറ്റും. ഇവർക്ക് ഗ്ലോബലായിട്ടുള്ള ടൈഅപ്സ് ജപ്പാൻ, US, യൂറോപ്യൻ മാർക്കറ്റിലുമുണ്ട് എന്ന് കാണാം. അപ്പോൾ അഗ്രോ കെമിക്കൽ മേഖലയിലാണ് ഇവരുടെ പ്രധാന ഫോക്കസ് എന്ന് മനസ്സിലാക്കാം. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 5300 കോടിയോളമുണ്ട്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 1182 ആണ്. ഒരു ഹൈയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 19.2 എന്ന ലെവലിലാണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള 20% മുകളിലുള്ള ROCയും അതുപോലെ 22% ROEയും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. നാലാമത്തെ ഒരു സ്റ്റോക്ക് ഗോദ്രേജ് അഗ്രോവെറ്റ് ആണ്. ഇതിൻ്റെ PE റേഷ്യോ 24 ആണ്. എന്നാൽ ഇൻഡസ്ട്രി PE 18 മാത്രമേ ഉള്ളൂ. എന്നാൽ 10 വർഷത്തെ ഈ സ്റ്റോക്കിൻ്റെ മീഡിയം PE 32 ആയിരുന്നു. അപ്പോൾ അതിൽ താഴെയാണ് ഇപ്പോഴത്തെ PE എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലാണുള്ളത്. പ്രത്യേകിച്ച് ആനിമൽ ഫീഡ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, ഓയിൽ പാം, ഡയറി, പൗൾട്രി, പ്രോസസ്ഡ് ഫുഡ്സ്, ഇങ്ങനെ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് അഗ്രി മേഖലയിലാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രസൻസ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാറ്റിൽ, പൗൾട്രി, അക്വാ ഫീഡ് പോലെയുള്ള സ്പെഷ്യൽ ഫീഡിലാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 10,989 കോടിയുണ്ട്. കുറച്ചുകൂടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 572 ആണ്. 876 എന്ന ഹൈ വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു. ഇതിൻ്റെ PE ഇപ്പോൾ 25 എന്ന ലെവലിലാണ്. ROCE 16ഉം ROE 17 എന്നുള്ള മോശമല്ലാത്ത ROEയും ROCയും നമുക്ക് ഈ സ്റ്റോക്കിലും കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഈ സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ പഠന വിധേയമാക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.